കൊച്ചി മഞ്ഞുമ്മൽ സെയിന്റ് ജോസഫ് ആശുപത്രിയിൽ ഭക്ഷ്യവിഷബാധ. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഭക്ഷ്യവിഷബാധ. ആശുപത്രി ക്യാൻറ്റീൻ അടച്ചുപൂട്ടി. ക്യാൻറ്റീനിൽ നിന്ന് ചൊവ്വാഴ്ച ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, എത്ര പേർ ആശുപത്രിയിലുണ്ട്? എന്താണ് വിവരം? സ്മൃതി, 40ഓളം പേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. ചൊവ്വാഴ്ച രാത്രി ആശുപത്രിയിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നത്. ഇന്നലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഒരു ഡോക്ടർ ഉൾപ്പെടെ 3 പേർ ഇപ്പോഴും ഇടപ്പള്ളി MAG ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ബാക്കിയുള്ളവരെ സെന്റ് ജോസഫ് ആശുപത്രിയിലും ചികിത്സിക്കുന്നു. ഏതായാലും ആശുപത്രിയുടെ ക്യാൻറ്റീൻ ലൈസൻസോടുകൂടിയല്ല പ്രവർത്തിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്നത്. ഏലൂർ നഗരസഭയ്ക്ക് കീഴിലാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഏലൂർ നഗരസഭ പരിധിയിലാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഏലൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെയാണ് ക്യാൻറ്റീൻ്റെ നടത്തിപ്പ് ഉള്ളത് എന്നുള്ള കാര്യവും അറിഞ്ഞു. അതേ തുടർന്ന് ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയിട്ടുണ്ട് നഗരസഭ ആരോഗ്യ വകുപ്പ്. ഒപ്പം തന്നെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. സ്മൃതി, ശരി. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. 40 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്.